നരച്ച മുടിയാണെങ്കിലും കട്ടക്കറുപ്പാക്കാൻ ഈ ഇലയൊന്ന് തൊട്ടാൽ മാത്രം മതി. ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കും. വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. ഇനി 80 വയസ്സായാലും മുടി ഒരു നരച്ച മുടി പോലും നിങ്ങളുടെ തലയിൽ ഉണ്ടാകില്ല. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ടിപ്പിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഞാൻ കുറച്ച് സവോളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നോയമ്പൊക്കെ ആയത് കാരണം സവോളയൊക്കെ ഒരുപാട് ആവശ്യമുള്ള സമയമാണ് അല്ലേ. അപ്പോൾ അന്നപ്പോൾ നമുക്ക് തൊലിയൊന്നും കളയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് എങ്ങനെ സൂക്ഷിക്കാം, ഇതിൻ്റെ തൊലികൾ എങ്ങനെ കളയാനുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സവോളയുടെ തൊലി കളയാൻ ഇച്ചിരി പാടൊക്കെയാണ്, കണ്ണെരിയൊക്കെ ചെയ്യല്ലേ. അതിന് മുമ്പ് നിങ്ങളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം തൊലിയൊന്ന് കൈ കൊണ്ട് ഞെവിടുമ്പോൾ തന്നെ ഈ തൊലിയെല്ലാം പോയി കിട്ടുന്നത് കണ്ണെരിയത്തുമില്ല. അതിന് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ സവോള എടുക്കുക. അതിന് മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് ആ തൊലി ഫുള്ള് ഇളകി പോകുന്നതായിരിക്കും കേട്ടോ. കണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ തൊലികളെല്ലാം ഫുള്ള് ഇളകി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സവോളയുടെ തൊലി കളഞ്ഞെടുക്കാൻ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ണ് വലിയത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടതിന് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി അടുത്ത രീതി ഇങ്ങനെ ചെയ്ത് നോക്കണേ. ഒരു സവോള എടുക്കുക, അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ സവോള രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തൊലി കളയാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഈ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ആ തൊലി എല്ലാം പെട്ടെന്ന് തന്നെ ഫുള്ള് ആ തൊലിയെല്ലാം പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ സവോളയുടെ തൊലികളൊക്കെ നമുക്ക് കളഞ്ഞു വെക്കുകയാണെങ്കിൽ നോയമ്പിലൊക്കെ നമ്മൾ കറി വെക്കാനും പല പല കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനുള്ള തൊലി കളഞ്ഞൊന്നും സമയം കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി. ഞാൻ ഈ രീതിയിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം ചള്ളാകാതെയും കേടാകാതെയും ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സവോളയെല്ലാം നല്ലപോലെ ഒടിച്ച് രണ്ട് രീതിയിൽ ഞാൻ ഇവിടെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് മടിയുള്ളവർ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കി കുറച്ച് നേരം ഇട്ടതിന് ശേഷം കൈ കൊണ്ട് ഞെവിടുമ്പോൾ തന്നെ ആ തൊലി എല്ലാം പോയി കിട്ടുന്നതാണ്. അതിന് ശേഷം നമുക്കൊരു ഷിമ്മി കവറിലോട്ട് ഇതുപോലത്തെ കവറിലേക്ക് ആക്കിയതിന് ശേഷം ഫ്രീസറിൽ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണേലും നമുക്ക് അത് ഇരിക്കുന്നതാണ് കേട്ടോ. ഒരു ചള്ളായി പോവുകയോ ചീഞ്ഞു പോവുകയോ ഒന്നും ചെയ്തില്ല. ഫ്രിഡ്ജിൽ തന്നെ ഇത് വെക്കണേ. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഫ്രഷോട് കൂടി തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളിങ്ങനെയാണോ ചെയ്യാറുള്ളത്? അപ്പോൾ ഒന്ന് പറയാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ഉഴുന്നുവടയ്ക്കുള്ള ഉഴുന്നാണ് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ കൂടെ ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, അതുപോലെ കറിവേപ്പില അരിഞ്ഞാണ് ഇടുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കുരുമുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ഉഴുന്നുവട കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പച്ചമുളകൊക്കെ കടിക്കുമ്പോൾ എരിയുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ അരയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലപോലെ കഴിക്കാനും പറ്റും കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പൊടിട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്നുവടയ്ക്ക് സ്പെഷ്യലായിട്ട് ടേസ്റ്റ് കിട്ടാൻ ഒരു സൂത്രനെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും അത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്യുകയും വേണേ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതൊന്നുമല്ല ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് കൂടുന്ന ഒരു സൂത്രമുണ്ട് കേട്ടോ. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സൂത്രമാണ്. നമ്മുടെ കടകളിലൊക്കെ ഈ ചായക്കടയിലൊക്കെ ചെയ്യുന്ന ഒരു കിട്ടിക്കാത്ത സൂത്രമാണ് കേട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ചെറിയ ജീരകമാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. പെരുംജീരകമല്ല, ചെറിയ ജീരകമില്ല. ഇത് ഈ ഒരു ജീരകം ഒരു നുള്ളു മതി കേട്ടോ. ഒരുപാടൊന്നും ഇടണ്ട. അതൊന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചിട്ടിട്ടാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മുഴുവനും ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉഴുന്നുവട ഒന്ന് പൊടിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചോറോ ഒന്നും ചേർക്കാറില്ല. തനി ഉഴുന്ന് മാത്രമാണ് കുതിർത്തരയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ റവ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഉഴുന്നുവട റെഡിയാക്കി ഇവിടെ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നല്ല ബോൾ പോലെ ഉഴുന്നുവട പൊങ്ങി വരികയും ചെയ്യും. പക്ഷെ നല്ല വെറൈറ്റി ഒരു ടേസ്റ്റും കൂടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഒരുപാട് പച്ചമുളക് മേടിച്ച് വെക്കാറുണ്ട് അല്ലേ. ഈ പച്ചമുളക് നമ്മൾ ഈ നെടുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ന്യൂസ് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ ഒന്ന് തുടച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് നമ്മുടെ ചില്ലു ഗ്ലാസ് ഉള്ള കുപ്പിയിൽ ചില്ല്
കുപ്പിയിലേക്ക് ഇട്ട് അടച്ചു വെക്കാവുള്ളൂ. നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും മുളക് അടച്ചു വെക്കാതെ ചീഞ്ഞു പോയി. ഈ ചില്ല് കുപ്പിയിലാകുമ്പോഴത്തേക്കും എത്ര നാൾ വേണേലും മാസങ്ങളോളം കേടാകാതിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും കാണും കോവയില അല്ലേ, കോവയ്ക്കയുടെ ഇല. കോവയ്ക്ക മെഴുക്കുവരട്ടി, കോവയ്ക്ക കറി, തോരൻ, ഇതെല്ലാം നമ്മൾ വെക്കുമ്പോൾ ഇതിൻ്റെ ഇലയും കൊണ്ടുള്ള ഈ സൂത്രം നിങ്ങൾ ഇതുവരെ അറിയാതെ പോയോ? അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ മുടിയെ വേര് മുതൽ കറുപ്പിക്കാനും അതുപോലെ തന്നെ ആർത്ത് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു കോവയുടെ ഇല. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് നല്ല സഹായമാണ് കേട്ടോ. കോവയിലയിലുള്ള പോഷകങ്ങൾ മുടിയുടെ വേര് മുതൽ ശക്തി നൽകാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തലയിലുള്ള ചൊറിച്ചില്, ചെറിയ അഴുക്ക് എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. മുടിക്ക് കറുപ്പും തിളക്കവും നൽകാൻ സഹായിക്കുന്നു. പതിവായി ഉപയോഗിച്ചാൽ മുടി ആരോഗ്യമുള്ളതായിട്ട് വരും കേട്ടോ. അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. മുടിയൊക്കെ നല്ലപോലെ കൊഴിച്ചിലൊക്കെ മാറി ആർത്ത് ഇളുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ മിക്സിയുടെ ജാറയിൽ ഇല നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. മിക്സിയുടെ ജാറയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ 1-2 തുള്ളി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തലയിലേക്ക് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുളിക്കാൻ നേരത്ത് മാത്രം വെറും പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി. അല്ലാതെ ഷാമ്പു ഇട്ട് ഒന്നും കഴുകേണ്ട കാര്യം. ഇത് ഷാമ്പുവിൻ്റെ പോലും ഫലം ചെയ്യുന്നതാണ് നമ്മുടെ ഈ കോവയ്ക്കയുടെ ഇല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ 1 ടീസ്പൂൺ തൈര് ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ ആർത്ത് കേൾക്കാൻ സഹായിക്കുന്നതാണ്. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ കോവയുടെ ഇലയും കൊണ്ട് കിട്ടുന്നത്. ഈ കയ്യിൽ ഇങ്ങനെ ഒന്ന് എടുക്കുക. എന്നിട്ട് കൈ കോർത്ത് തലമുടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ചെറിയ രീതിയിൽ കോർത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് തേക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ഒരു കോട്ടൻ്റെ തുണിയോ പഞ്ഞിയോ എടുത്തിട്ട് അതുകൊണ്ട് മുക്കിയിട്ട് തലയോട്ടി സഹിതം എല്ലാം തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ഇതൊന്ന് ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ. റിസൾട്ട് കിട്ടുന്നവർ നേരെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ഒക്കെ മുടി നരയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല മുടിയൊക്കെ പൊടിഞ്ഞു പോയിട്ട് മുടിയുടെ തലയോട്ടി വരെ ഇപ്പം തെളിഞ്ഞ് കാണുകയും ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള ആ തലയോട്ടിയൊക്കെ തെളിഞ്ഞ് വന്നിടത്ത് എല്ലാം മുടി നിറഞ്ഞു കിളുക്കാനും നരച്ച മുടി വേര് മുതൽ കറക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു എണ്ണയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്. എത്ര പ്രായമായാലും ഇനി മുടി നരയ്ക്കത്തേയില്ല. നരച്ച മുടിനെ വേര് മുതൽ കട്ടക്കറുപ്പാക്കി നിന്ന് ചെറുപ്പക്കാരായിട്ടിരിക്കാൻ സഹായിക്കുന്ന അടിപൊളി എണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരുമ്പ് ചട്ടി തന്നെയാണ് ഇതിന് വേണ്ടത്. വേറെ ഒരു ചട്ടി എടുക്കേണ്ട, ഇരുമ്പ് ചട്ടി തന്നെ വേണം. ഈ ഇരുമ്പ് ചട്ടിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ, നമ്മുടെ ചക്കിലാട്ടുന്ന എണ്ണയുണ്ടല്ലോ അതെടുക്കുക. അത് മേടിച്ച് വന്ന് അതെടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് അനുസരിച്ച് 50 മില്ലി ആണെങ്കിലും 100 മില്ലി ആണെങ്കിലും മതി. നിങ്ങൾക്ക് അളവിന് എത്ര വേണം അതെടുക്കാൻ. ഇപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരുന്ന ഉലുവയാണ്. ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഈ ഗ്രാമ്പു ഉലുവയും കൂടെ നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് മെയിനായിട്ടൊരു സൂത്രം ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രാമ്പുവും അതുപോലെ തന്നെ നമ്മുടെ ഉലുവയും നല്ലപോലെ കരിഞ്ഞ പോലെ തന്നെ ഒന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കുക. എന്നിട്ട് നല്ല കഴുകി ഉണക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില ആ എണ്ണയിൽ കിടന്ന് നല്ലപോലെ കരിഞ്ഞ് ആ കറുത്ത നിറമായിട്ട് വരണം. അപ്പോൾ ഞാൻ നല്ലപോലെ എണ്ണ ഒന്ന് കരിച്ചെടുത്ത ശേഷം കാണിച്ചു തരാം. ഈ ഒരു എണ്ണ നമ്മുടെ മുടിയിൽ പുരട്ടും. ഡെയിലി നമ്മൾ കുളിക്കുന്ന മുമ്പ് നമ്മുടെ മുടിയിൽ പുരട്ടുവാണെങ്കിൽ ഡെയിലി പുരട്ടണം. അല്ലെങ്കിൽ നമ്മുടെ നരച്ച മുടിയെ കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നു. അതുപോലെ മുടി ആർത്ത് വളരാൻ സഹായിക്കുന്നു. താരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കറിവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എല്ലാവർക്കും വളരെ നല്ലതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഈ എണ്ണ തലയിൽ തേച്ച് കുളിക്കുന്ന വീട്ടമ്മമാരെല്ലാവരും വെളിച്ചെണ്ണയൊക്കെ തേച്ചായിരിക്കും കുളിക്കുന്നത്. വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഓയിലൊക്കെ മേടിച്ചിട്ടൊക്കെ പുരട്ടി കുളിക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ഓയിലൊക്കെ മേടിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് ഈ എണ്ണയൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. നല്ലപോലെ മുടി വളരും, താരം കുറേ, മുടി കൊഴിച്ചിൽ മാറും, അലർജി ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ എണ്ണയുടെ കളർ ഇതാണ് കേട്ടോ. ഇതിൽ നല്ല കറുപ്പായിട്ട് മുടി വളരാൻ സഹായിക്കുന്നതാണ്. കൊച്ചു കുട്ടികൾക്കും പുരട്ടി കൊടുക്കാൻ
കൊടുക്കാവുന്നതാണ്. വീട്ടമ്മമാർക്ക് എല്ലാവരും യൂസ് ചെയ്തോളൂ. അതുപോലെ ഹോസ്റ്റലിൽ ജോലിക്കാരൊക്കെ നിൽക്കുന്ന ആ കുട്ടികളും വീട്ടമ്മമാരും ഒക്കെ കാണുമല്ലോ, അവർക്ക് ഇത് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുപോകണമെങ്കിൽ അവരുടെ മുടിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാകാതെ നമ്മുടെ നരയ്ക്കത്തുമില്ല. കൊച്ചുനാൾ മുതൽ നമ്മൾ ഇതുപോലെ മുടി തേച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികളുടെ മുടി എത്ര പ്രായമായാലും നരയൊക്കെ നല്ലപോലെ മാറി നിൽക്കും. അപ്പോൾ ഒത്തിരി പ്രായമായാലും മുടിയൊക്കെ പെട്ടെന്ന് നരച്ച് പോകത്തുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും മുടി കട്ടക്കറുപ്പാക്കുക. ഈ ഓയിലൊന്നും ഈ 2 ഇലയും മാത്രം മതി ഇതിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ലപോലെ കട്ടക്കറുപ്പായിട്ട് നല്ല കറുത്ത് തിളങ്ങും നിങ്ങളുടെ മുടികളെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിലും ഞങ്ങളുടെ തലയിലും എല്ലാം ഇത് യൂസ് ചെയ്യാറുണ്ട്. കുളിക്കുന്ന മുമ്പ് തലയിൽ എണ്ണ വെക്കുന്ന വീട്ടമ്മമാരെല്ലാവരും ഈ എണ്ണ തയ്യാറാക്കിയെന്ന് വെച്ച് നോക്കും. നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടിക്കൊക്കെ നല്ല ഉള്ളവർ ഇത്രയൊക്കെ മുടി കിളിപ്പിച്ചെടുത്തൊക്കെ അടിപൊളി ഒരു എണ്ണയാണിത്. മുടി നല്ല കിളക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ തൈറോയിഡൊക്കെ ഉള്ളത് കാരണം എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് നല്ലപോലെ ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ നല്ലപോലെ കിളുത്ത് വരുന്നുണ്ട്. ഒരുപാട് മുടിയില്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിന് മുടി നല്ലപോലെ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കട്ട കറുപ്പോട് കൂടി തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.